നിങ്ങളെയാണെങ്കിലും എന്നെ ആണെങ്കിലും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ചില ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. ഒരു കടക്കാരനാവാം, അല്ലെങ്കിൽ ലൈക്ക് ആരെങ്കിലുമൊക്കെ ആവാം. നമ്മളെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ വിശ്വാസം ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് ലോകത്തിലെ ആദ്യത്തെ എന്താ പറയുക, അറിവൊന്നും അല്ല ഞാൻ പകർന്നു തരുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഈ പെർഫ്യൂം കണ്ടോ, ഇത് ജാഗോർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ബ്രാൻഡ് പെർഫ്യൂം 2500 രൂപയോളം വില വരുന്ന സാധനം. ഞാൻ നെടുമങ്ങാട് 10-ാം കല്ല് ഉള്ള കോണ്ടിനെന്റൽ സലൂണിൽ 2 ആഴ്ച മുമ്പ് മുടി വെട്ടാൻ വേണ്ടി പോയ സമയത്ത് ഈ പെർഫ്യൂം അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പെർഫ്യൂം മേടിക്കാം അല്ലെങ്കിൽ ഇത് സ്മെല്ല് ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ഷോപ്പിൽ ചെയ്യേണ്ടടുത്തോണ്ട് ചേട്ടാ എനിക്കിത് വേണമെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് വേണ്ടി ഇത് പൊട്ടിച്ച് സ്മെല്ല് ചെയ്തൊക്കെ തന്നു. ബില്ല് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ കാശ് തികഞ്ഞില്ല. ഓക്കെ, അതായത് ഞാൻ കാശ് തികഞ്ഞില്ല. അപ്പോൾ ഞാൻ പുള്ളിയുടെ തന്നെ ചേട്ടാ എനിക്കിത് ഇന്ന് മേടിക്കാൻ പറ്റുമെന്നുള്ള ഇന്ന് മാറ്റി വെച്ചേക്കാവോ, ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ ഇന്നാണ് ഈ ഷോപ്പിൽ വരുന്നത്. ഈ 2 ആഴ്ച ഗ്യാപ്പിൽ ഈ പുള്ളി എന്നെ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ എന്നെ നമ്പർ തപ്പിയെടുത്ത് തന്നെ വിളിച്ചോ, എടാ നിനക്ക് വേണ്ടി ഞാൻ 2500 രൂപയുടെ പെർഫ്യൂം ഇവിടെ പൊട്ടിച്ച് മാറ്റി വെച്ചേക്കാണ്, നീ എന്താ വന്ന് എടുക്കാത്തതെന്ന് ഒരു കാര്യം അദ്ദേഹം ചോദിച്ചിട്ടില്ല. പകരം അയാൾ എന്നെ വിശ്വസിച്ചു. അതായത് ഞാൻ എന്നായാലും വന്ന് ഈ സാധനം എടുക്കുമെന്നുള്ളത്. അയാൾ എന്നെ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ പൊട്ടിച്ച സാധനം അതേപോലെ അവിടെ മാറ്റി വെച്ചു എന്നുള്ളത് കേട്ടോ. എനിക്ക് എന്താ പറയുക, പുള്ളി എന്നിൽ തന്ന വിശ്വാസത്തിലുണ്ടല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ഒരു വലിയ താങ്ക്സ് പറയണമെന്ന് തോന്നി. അങ്ങനെ ഇന്ന് ഈ കടയിലില്ല, അതുകൊണ്ടാണ് ഈ റീലിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഇക്ക, എന്നെ വിശ്വസിച്ചതിൽ. ആൻഡ് നമ്മൾ വിശ്വസിക്കുന്ന ആരെയും നമ്മൾ എന്താ പറയുക ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. എനിക്കത് ഇവിടെ പറയണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച്. ഓക്കെ.